CIET NCERT അവതരിപ്പിക്കുന്ന പരിപാടി ചപ്പുചവറെടുക്കുന്നവൻ വന്നു. വണ്ടിക്കാരൻ വന്നു, വണ്ടിക്കാരൻ വന്നു, ചപ്പുചവറുകൾ എടുക്ക്, ചപ്പുചവറുകൾ എടുക്ക്. വണ്ടിക്കാരൻ വന്നു, വീട്ടിൽ നിന്ന് ചപ്പുചവറുകൾ എടുക്ക്. വണ്ടിക്കാരൻ വന്നു, ചപ്പുചവറുകൾ എടുക്ക്. ശാന്തി, ചപ്പുചവറിന്റെ കൂട് കുപ്പവണ്ടിയിൽ കൊണ്ടിട്. ശരി അമ്മേ, ഇപ്പോൾ തന്നെ പോകാം. അതെ, കേൾക്ക്, പച്ച നീല ഈ 2 ചവറ്റുകുട്ടയിലും നിന്ന് കൂടെ എടുത്തോളണം. ആ ശരി. ശാന്തി 2 ചവറ്റുകുട്ടയിൽ നിന്ന് കൂടുകൾ പുറത്തെടുത്തു. ഓർമ്മയുണ്ടല്ലോ അല്ലേ ഏത് കൂടെ ഏതിലാണ് ഇടേണ്ടതെന്ന്? ആ, നനവുള്ള ചപ്പുചവറ് പച്ച ചവറ്റുകുട്ടയിലും ഉണങ്ങിയ ചപ്പുചവറുകള് നീല ചവറ്റുകുട്ടയിലും. നനവുള്ള ചപ്പുചവറ്, ഉണങ്ങിയ ചപ്പുചവറ്. കൊള്ളാം, സബാഷ്, വളരെ ശരി. ശാന്തി പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലെ മറ്റു ജോലികളിൽ ഏർപ്പെട്ടു. പെട്ടെന്ന് ശാന്തിക്ക് ഓർമ്മ വന്നു. അവൾ മുട്ടയുടെ തോട് തെറ്റായ കൂടയിലാണോ ഇട്ടതെന്ന്. അവൾ അമ്മയോട് ചോദിച്ചു. അമ്മേ, ഞാൻ മുട്ടയുടെ തോട് നനവുള്ള ചപ്പുചവറിലാണ് ഇട്ടത്. അത് ഉണങ്ങിയ ചപ്പുചവറിലാണോ ഇടേണ്ടിയിരുന്നത്? അമ്മ ഗൗരവത്തോടെ ശാന്തിയെ നോക്കി. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലല്ല, മുട്ടയുടെ തോട് നനവുള്ള ചപ്പുചവറിൽ തന്നെയാണ് പോകേണ്ടത്. അമ്മ ചായ കുടിച്ചിട്ട്, ആട്ടെ, ഇത് പറഞ്ഞേ, അഥവാ ഈ മരത്തിന്റെ ചായക്കപ്പ് പൊട്ടിപ്പോയാൽ ഇത് ഏത് ചപ്പുചവറിലിടും? ഇത് നമ്മൾ ഉണങ്ങിയ ചപ്പുചവറിലിടും. എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ടമ്മേ. സബാഷ്. ഇപ്പോൾ മധ്യാഹ്നമായി കഴിഞ്ഞിരുന്നു. വീട്ടിലെ സകല ജോലികളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരുന്നു. എന്നാൽ ശാന്തി എന്താശയക്കുഴപ്പത്തിലായിരുന്നെന്ന് ആർക്കറിയാം? അമ്മേ, എല്ലാ ചപ്പുചവറുകളും ഒരേ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തിനാ വെറുതെ ചപ്പുചവറുകൾ വേർതിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കി തരാം. നോക്ക്, പച്ചക്കുട്ടയിലിടുന്ന നനവുള്ള ചപ്പുചവറുകൾ, അതായത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലി, മുട്ടയുടെ തോട്, കേടായ ഭക്ഷണം മുതലായവ അടിസ്ഥാനപരമായി സ്വാഭാവികമായി വീണ്ടും മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ചപ്പുചവറുകളാണ്. മനസ്സിലായോ? ശരി. ഇത് വളമാക്കി മാറ്റാവുന്നതുകൊണ്ട് പരിസ്ഥിതിക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല. മറുവശത്ത് നീലക്കുട്ടയിലിടുന്ന ഉണങ്ങിയ ചപ്പുചവറുകളായ കടലാസ്, ചില്ല്, പ്ലാസ്റ്റിക്, മെറ്റൽ, ഫുഡ് പാക്കേജിംഗ് സാമഗ്രികൾ മുതലായവ പുനരുപയോഗം ചെയ്യാവുന്നതാണ്. നനവുള്ളതും ഉണങ്ങിയതുമായ ചപ്പുചവറുകൾ വേർതിരിക്കുന്നതിന്റെ പ്രാധാന്യം എന്തെന്നാൽ, ഉണങ്ങിയ ചപ്പുചവറുകൾ പുനരുപയോഗത്തിനായി മലിനമാകാൻ പാടില്ല. അതിനാൽ ചപ്പുചവറുകൾ ശരിയായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് അവ വേറെ വേറെ ചവറ്റുകുട്ടകളിൽ ഇടുന്നത്. അതെയോ? ആ, 10% റിജക്റ്റഡ്, 10% വിഷമാലിന്യങ്ങൾ, 40% റീസൈക്കിൾ മാലിന്യങ്ങൾ, 60% ജൈവമാലിന്യങ്ങൾ. മനസ്സിലായോ? ശാന്തി ശ്രദ്ധാപൂർവം അമ്മ പറഞ്ഞതെല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനി അവസാനമായി ഒരു ചോദ്യമുണ്ട്. ആഹാ, ചോദിക്കേ. ഇത് എനിക്കറിയാം. അതായത് ചവറ്റുകുട്ടയിലിടുന്ന നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്ന വലിയ കടലാസ് താളുകളുണ്ടല്ലോ, അവ പ്രകൃതിയിൽ അനായാസം ചെറിയ കഷ്ണങ്ങളായി മുറിഞ്ഞ് വളമായി മാറുമെന്ന്. ശരിയാണ്. എന്നാൽ അവയിൽ നിങ്ങൾ ചപ്പുചവറിന്റെ അനേകം ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കൂടുകൾ ശേഖരിക്കുന്നു. എന്താ, അത് പരിസ്ഥിതിക്ക് ദോഷകരമല്ലേ? ശാന്തി പറയുന്നത് കേട്ട് അമ്മയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. എന്തുപറ്റി അമ്മേ? അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വളരെ ശരിയാണ് പറഞ്ഞത് ശാന്തി. പ്ലാസ്റ്റിക് കൂടുകളിൽ ചപ്പുചവറുകൾ ശേഖരിക്കുന്നത് ശരിയല്ല. ഇന്നു മുതൽ ഞാൻ ഇക്കാര്യവും ശ്രദ്ധിക്കും. ഞാനും ശ്രദ്ധിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് NCERT അവതരിപ്പിക്കുന്ന പരിപാടി ചപ്പുചവറുകാരൻ വന്നു. വിവർത്തനവും റെക്കോർഡിംഗ് സംവിധാനവും ക്ലാപ്പർ എന്റർടൈൻമെന്റ്. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ ഉഷ ശർമ്മ. അക്കാഡമിക് സപ്പോർട്ട്
യചന ഗുപ്ത.